മലയാളം കേട്ടിട്ടൊക്കെ മനസ്സിലാവും തോന്നുന്നത്. അത് അർദ്ധനാരീശ്വരൻ എന്നൊരു പേര് കിട്ടുന്നുണ്ട്. അതായത് പുരാണത്തിലെ ശിവനുമായി ബന്ധപ്പെട്ട ഒരു പേരാണ്. ശിവന്റെ ഘട്ടത്തിൽ ഒരു ഭാഗം പുരുഷനും ഒരു ഭാഗം സ്ത്രീയുമായിട്ടുള്ള ഒരു രൂപത്തിൽ രൂപമെടുക്കുന്നുള്ള കഥയുണ്ട്. ആ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഒരു അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള പല സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ അവിടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ആ അമ്പലത്തിലെ ഒരു ആചാരമാണ്. ആചാരം എന്താണെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള സന്താനങ്ങളില്ലാത്ത ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവർക്ക് എത്തിച്ചേരാൻ പറ്റും, അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ഷേത്രം അവിടെയുണ്ട്. ആ ക്ഷേത്രത്തിൽ ഈ നാനാഭാഗത്തുള്ള ആളുകൾ ഇതുപോലുള്ള ആളുകൾ വരും. സന്താനഭാഗം ശ്രദ്ധിക്കാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും. അപ്പോൾ അവരെ അദ്ദേഹം തന്നെ പറയുന്നത് ആ ദിവസം അവരൊത്തിച്ചേരുന്ന ദിവസത്തിലെ പ്രത്യേക വാചകം അവിടെ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ കരടൂർ രഥോത്സവം നീളുന്ന ആകെ കുട്ടികളില്ലാത്ത സ്ത്രീകളെ അവിടേക്ക് അയക്കുന്നു. മുഖം തിരിച്ചറിയാത്ത ആൺശരീരവുമായി സംഗമിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞ് സ്വാമിക്കുള്ള ജനിക്കുന്നു. ഉത്സവത്തിന് ഒരു നാണങ്ങൾ സ്വാമിയുടെ പ്രതിനിധികളായി കരുതപ്പെടുന്നു. ആരുമായി വീഴ്ച നടത്തിയാലും സ്വാമിയുമായി വീഴ്ചയായി കണക്കാക്കും. ആടിയെ മറ്റൊരു വിവാഹത്തിന് അമ്മ നിർബന്ധിച്ചു. ഈ കഥ തുടങ്ങുന്നത് ചുരുക്കത്തിൽ ആ ഒരു വിശ്വാസത്തോടുകൂടി ഈ ക്ഷേത്രത്തിൽ ചെന്ന് ഉത്സവമാണ്. അവിടെ വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്, ധാരാളം പാറക്കെട്ടുകളും സമാധാനങ്ങളും ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ ചെന്നിട്ട് ചെല്ലുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വതന്ത്രമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വയറുകളിൽ ഇണയെ കണ്ടെത്താം. പിന്നെ ആ ഇണയും ഒത്തിരി ആ പ്രദേശത്ത് മുഴുവൻ സഞ്ചരിക്കും. അതിനിടയിൽ വളരെ ശാരീരിക വീഴ്ചയും നടക്കും. ആ ശാരീരിക വീഴ്ചയുടെ ഭാഗമായി പിന്നീട് നമുക്ക് കഥയിൽ പറയുന്നത് അങ്ങനെ ശാരീരിക വീഴ്ചയിൽ ഗർഭിണിയായി കുഞ്ഞുണ്ടാകുമ്പോൾ ആ ഒരു വീട്ടിൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധികളാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പോയ സ്ത്രീയുടെ ഭർത്താവ് അയാൾ ഈ സ്ത്രീ ഗർഭിണിയായി കുഞ്ഞുണ്ടായ ശേഷം അയാളുടെ മനസ്സിൽ വരുന്ന, കാരണം ഈ കുഞ്ഞ് എൻ്റേതല്ലല്ലോ, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ചോദിക്കില്ലേ നിങ്ങളാണോ അതിൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചാൽ അപ്പോഴേ അതൊക്കെ വന്നിട്ട് ആ കുടുംബത്തിലുണ്ടാകുന്ന ആ പ്രതിസന്ധികളുടെ ഒക്കെ അവസാന ഫലങ്ങളിലേക്ക് എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ സ്ത്രീയുമായിട്ട് കുറേശ്ശെ മാനസികമായി അകലുന്നു. മാനസികമായി അകന്ന് അയാളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നില്ല. അങ്ങനെയുള്ള അകൽച്ചയുടെയൊക്കെ പാരമ്യത്തിലാണ് എന്ന് സംഭവിക്കുന്നത് പറഞ്ഞാൽ അവർക്ക് തന്നെ തോന്നുന്നു ഒരു പാപബോധം തെറ്റ് ചെയ്തു പോയി എന്നുള്ള അനുഭവം. അങ്ങനെ സമൂഹത്തിൽ നിന്ന് അവളെ ഒറ്റപ്പെട്ടതായി കടന്നു പോകുന്നുണ്ട്. അവസാനം അവള് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സാരി തുണി ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് ഇത് പറയുന്നത്. അതാണ് ഈ കഥ. നമുക്ക് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇന്ന് ആ സാമൂഹിക അനാചാരം ഇപ്പോഴും അവിടെ തുടങ്ങാൻ നടക്കുന്നുണ്ട്. അതിന് വിശ്വാസത്തിൻ്റെതായ ഒരു വശമുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും മാനസികമായി പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ടത്. എല്ലാവരും വായിക്കണമെന്ന്